ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിങ്ങനെ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാണാം എല്ലാവരും ഈ ഫാമിലി വ്ളോഗേഴ്സും അതേപോലെ കണ്ടൻറ് ക്രിയേറ്റേഴ്സൊക്കെ ഈ ഈവനിങ് വ്ളോഗ്, മോർണിംഗ് വ്ളോഗ് അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നത് കാണാം. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ ഇട്ട് തുടങ്ങിയ സമയം മുതൽ എല്ലാവരും എൻ്റെ അടുത്തും ചോദിക്കും അതുപോലെയുള്ള വീഡിയോ ഒക്കെ ഇട്ടുകൂടെയെന്ന്. അപ്പോൾ ഞാൻ കരുതും ഇതെങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിടുമ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നതല്ലല്ലോ നാളെ ചെയ്യുക, എങ്ങനെയായാലും അത് എൻ്റെ ഡിഫറെൻ്റ് ആവും. പിന്നെ അതുകൊണ്ട് എന്താ കാര്യം എന്നാണ് ഞാൻ കരുതുക. അപ്പോൾ എന്നാലും ഇതിങ്ങനെ എല്ലാവരും പറയുന്ന കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്കൊരാഗ്രഹം, ഒരു ഈവനിങ് ഞാൻ എന്താ ചെയ്തതെന്ന് കാണിക്കാമെന്ന്. അപ്പോൾ ഇന്നലെ വൈകിട്ട് എന്താ പറയുക, വൈകിട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 6:30 ആയി കാണുക. അപ്പോഴാണ് മോൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് മോൻ വന്ന്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ചായ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ വൈകിട്ട് ചായ ഉണ്ടാക്കുന്നത് എനിക്ക് മാത്രം മതി. വൈകിട്ട് രാവിലെ ഈ വീട്ടിൽ എനിക്ക് മാത്രം ചായ മതി. മോനും ചായ കുടിക്കില്ല, അച്ഛനും കുടിക്കില്ല, മോളും കുടിക്കില്ല, പിന്നെ ഞാൻ മാത്രമാണ് ചായ കുടിക്കുന്ന ആൾ. ഞാനാണെങ്കിൽ എല്ലാവർക്കും കൂടെ ഉള്ള പോലെ തന്നെ ഒരു കപ്പ് ചായ ഞാൻ കുടിക്കുക, എല്ലാവരെയും കൂടെ ചായ ഞാനാണ് കുടിക്കുക ഇവിടെ. അപ്പോൾ ചായ ഉണ്ടാക്കി. പിന്നെ ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നേ, രാവിലത്തെ ദോശമാവ്. അപ്പോൾ വൈകിട്ട് കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മോന് ഭയങ്കര എന്താ പറയുക, ഭയങ്കര വിശപ്പാണ്. അതെല്ലാ കുട്ടികളും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഒന്നും വേണ്ട, എന്തെങ്കിലും ഒരു വെള്ളം കുടിച്ച് കളിക്കാൻ ഇറങ്ങുന്ന. ആ കളി കഴിഞ്ഞ് വന്നാലാണ് പിന്നെ എല്ലാ വിശപ്പും കൂടെ ഒരുമിച്ച് വരിക. മോളാണെങ്കിൽ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് മേലെഴുകി എന്തെങ്കിലും ഒരു വെള്ളം കുടിച്ച് കിടത്തി ഉറക്കും ഞാൻ. എന്നാൽ പിന്നെ രാത്രി കുറേ നേരം ഉണർന്നിരുന്നാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ദോശമാവുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ ചായക്ക് പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക, ബേക്കറി അധികം കൊടുക്കാറില്ല. എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കുക ചെയ്യുക ചായക്കടിക്ക്. അപ്പോൾ ദോശമാവ് ഉണ്ടാകുമ്പോൾ പിന്നെ സുഖമാണ്, നമ്മൾ മെനക്കെട്ടൊന്നും ഉണ്ടാക്കണ്ട. ദോശ ചുട്ട് കൊടുത്ത ദോശ സാമ്പാറും ഉണ്ട്. അപ്പോൾ ഞാൻ അവന് നൈസായിട്ട് ദോശ ചുട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നെയ്യില്ലേ, ഇവിടെ നാടൻ നെയ്യ് ഉണ്ടാക്കുമായിരുന്നു. പിന്നെ എൻ്റെ ഒരു റിലേറ്റീവ് ഇവിടെ നാടൻ നെയ്യ് ഉണ്ടാക്കാറുണ്ടായിരുന്നു ആദ്യം. ഇപ്പോൾ അത് കിട്ടാനില്ല. അപ്പോൾ ഞാൻ മിൽമേൻ്റെ നെയ്യാണ് വാങ്ങുന്നത്. നെയ്യ് ഞാൻ അധികം യൂസ് ചെയ്യാതെ പറഞ്ഞാൽ മെയിനായിട്ട് എനിക്ക് ഇതിലേക്ക് മാത്രമാണ് വേണ്ടത്. പിന്നെ ദോശയിൽ തട്ട് ദോശയായാലും സാധാ ദോശയായാലും നെയ്യ് തൂവിയിട്ടാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത്, ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവന് പിന്നെ 2-3 ദോശ ഉണ്ടാക്കി. ആകെ കുറച്ച് മാവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മോള് കിടന്നുറങ്ങുന്നുണ്ട്, അവളെ വിളിക്കണം. പിന്നെ ഈ സമയത്ത് കുറച്ച് നേരം കിടന്നുറങ്ങിയാൽ പിന്നെ രാത്രി അവളെ ഹോംവർക്കും പഠിത്തവും അതേപോലെ ഭക്ഷണം കഴിപ്പൊക്കെ കറക്റ്റ് കഴിഞ്ഞ് അവളൊരു 10 മണിയാകുമ്പോഴത്തേക്ക് കിടന്നോളും. അല്ലെങ്കിൽ പിന്നെ ഈ വൈകുന്നേരം ഉറക്കിയിട്ടില്ലെങ്കിൽ 7 മണിയാകുമ്പോഴേക്കും അവൾക്ക് ഉറക്കം വരും. അതുകൊണ്ടാണ് സ്കൂൾ വിട്ട് വന്ന പാടെ കുറച്ചൊന്ന് വരെ കൂടെ കളിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ മേല് കഴുകി ഒരു ചായ അവൾ പാൽ ചായയാണ് കുടിക്കുക, വെള്ളച്ചായ എന്നൊക്കെ പറയില്ലേ, അത് കുടിച്ച് അവൾ കിടന്നുറങ്ങിക്കോളും. അപ്പോൾ അവളെയും വിളിക്കണം. അപ്പോൾ അതാ ദോശയും സാമ്പാറും ആയിട്ടുണ്ട്. അപ്പോൾ അത് അവന് കൊടുക്കട്ടെ. അവൻ കളി കഴിഞ്ഞ് മേലൊക്കെ കഴുകി, അല്ലെങ്കിൽ മിക്കവാറും രാത്രി വൈകുന്നേരം കുളിക്കും, അല്ലെങ്കിൽ മേല് കഴുകും. ഇന്നിപ്പോൾ മേല് കഴുകുക ചെയ്തോന്ന് തോന്നുന്നു, ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞതാ അവനുള്ള ദോശയും സാമ്പാറും റെഡി ആയിട്ടുണ്ട്. ചായ അവൻ കുടിക്കില്ല കേട്ടോ, ചായ എനിക്കുള്ളതാണ്. അപ്പോൾ അവനതവിടെ ഇരുന്ന് ടി വി കാണുന്നുണ്ട്. അപ്പോൾ അത് അവന് കൊടുത്ത് ഇതൊക്കെയാണ് എൻ്റെ ഈവനിങ്ങിലെ പണിയെന്ന് പറയുന്നത്. സാധാരണ ഒരു വീട്ടമ്മമാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ. പുറത്തുള്ള പണികളൊക്കെ കഴിഞ്ഞ് അകത്ത് കയറിക്കഴിഞ്ഞാൽ നമ്മൾ ചായ ഉണ്ടാക്കുക, മക്കൾക്ക് ചായ കൊടുക്കുക, അത് കഴിഞ്ഞ് അവർ ചായ കുടിച്ച് കഴിഞ്ഞാൽ അവരെ കൂടെ ഇരിക്കുക, കുറച്ച് നേരം അവരെ ഒന്ന് ഹോംവർക്കൊക്കെ ചെയ്യാൻ സഹായിക്കുക, പഠിപ്പിക്കുക, ഇതൊക്കെ തന്നെ നോർമൽ. പിന്നെ തുണികൾ മടക്കി വെക്കുക, ഇങ്ങനെയുള്ള പണികളൊക്കെ തന്നെയാണ് വൈകുന്നേരങ്ങളിൽ എനിക്ക് സാധാരണ ഉണ്ടാവാറ്. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ഈവനിങ്. അപ്പോൾ ഓക്കെ, ബൈ.